പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശമായിട്ട് ഇദ്ദേഹത്തിന്റെ അമ്മയെ വരെ വളരെ മോശമായി ചിത്രീകരിച്ച് സംസാരിച്ചപ്പോൾ പോലും സ്വന്തം അധികാരവും പദവിയും നിലനിർത്താൻ വേണ്ടി തിരിച്ച് പ്രതികരിക്കാത്ത കെ മുരളീധരൻ അവരുടെ ഫ്ലാറ്റിന് മുന്നിൽ CPM കൊടി വെച്ചു. എനിക്ക് ഈ രാത്രി തന്നെ BJPയുടെ കൊടി കെട്ടണം എന്നുള്ളതാണ്. മറ്റൊരു അനുഭവം ഞാൻ പറയാം. ഇന്നലെ എന്നെ വിളിച്ചത് ഒരു സ്ഥലത്ത് ഇലക്ഷൻ വർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്. അപ്പം ജയിക്കണം, വിജയിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മളെ കുറ്റപ്പെടുത്താനാണെങ്കിലും ഒരു ചെറിയ കുറ്റപ്പെടുത്തലിന്റെ സൂചന ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് VK പ്രശാന്തിന് വോട്ട് ചെയ്താൽ നമ്മൾ ഇടതുപക്ഷത്തിനെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശബരിമലയെ നമ്മൾ അവരുടെ നിലപാടിനെ അനുകൂലിക്കുകയായിരുന്നു. ഇനി സർക്കാർ ജോലി ഒരിക്കലും കിട്ടാത്ത തരത്തിൽ അവരുടെ ജീവിതത്തിനെ മുരടിപ്പിച്ച് കളഞ്ഞ നിരവധി ആൾക്കാരുടെ ആ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് മുമ്പേ പൊട്ടിയത് കൊണ്ട് കുറെ ജീവനുകൾ രക്ഷപ്പെട്ടു. ഉദ്ഘാടനത്തിന് ശേഷമാണ് ആ കണ്ണാടിപ്പാലം പൊട്ടിയിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു. അപ്പൊ ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അച്ചടക്കം ഉണ്ടാകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. പിന്നീട് ഒരിക്കലും നമ്മളെ ആരെയും സംഘാടക സമിതിയിൽ വിളിച്ചിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം എന്നെക്കാളേറെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും, എന്നെക്കാളേറെ മുതിർന്ന ആൾക്കാരുണ്ട്. ഒരു 90 വരെയും കേരള രാഷ്ട്രീയം എപ്പോഴും മാറി മറഞ്ഞതുകൊണ്ട് ഒരു 5 വർഷം പൂർത്തിയാക്കി എത്ര സർക്കാരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും പറയുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. കാരണം എപ്പോഴും മുന്നണികളുടെ ചാഞ്ചാട്ടം കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയം അസ്ഥിരമായിരുന്നു. പക്ഷെ പിന്നീട് ഇടത് വലത് മുന്നണി എന്ന രീതിയിൽ മറ്റൊരു രാഷ്ട്രീയ ആശയത്തിന് സ്പേസ് കൊടുക്കാതെ ഒരു വലിയ പ്രമാണിത്വത്തോടു കൂടിയായിരുന്നു കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലേക്കാണ് സ്വന്തമായി ഒരു സ്പേസിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നതും പ്രവർത്തിച്ചു കൊണ്ടിരുന്നതും. അതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റേത് സംസ്ഥാനത്തെക്കാൾ ഏറെ കേരളത്തിന്റെ പ്രവർത്തകർക്ക് വളരെയേറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ചിലപ്പോൾ ജീവനും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായി. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ ഇന്നൊരു മുന്നണി സംവിധാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ സംവിധാനം മാറുകയാണ്. അങ്ങനെ ദേശീയ ജനാധിപത്യ സഖ്യം എന്ന രീതിയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ ഘടകകക്ഷികൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് രാംവിലാസ് പാസ്വാനെ പോലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കേരളത്തിലും കൃത്യമായി പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ട്. നിങ്ങളുടെ ആശയം, നിങ്ങളുടെ ആദർശം അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുന്നണി എന്ന രീതിയിൽ മാത്രമല്ലാതെ സാമൂഹ്യ രംഗത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനവും അത് ദേശീയ ജനാധിപത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും, ഭാരതീയ ജനതാ പാർട്ടിക്ക് കൂടുതൽ ഊർജ്ജം നൽകും, നമ്മുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ നന്ദി രേഖപ്പെടുത്തിയത്. പിന്നെ മറ്റൊന്ന്, ഇലക്ഷന്റെ ഏറ്റവും പീക്ക് ടൈമിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും അവസാനത്തെ ആഴ്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും വളരെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ദിവസങ്ങളാണ്. നമ്മളെല്ലാവരും ഊണും ഉറക്കവും ഒക്കെ ഒഴിച്ചു വെച്ചുകൊണ്ട് പലരും പ്രവർത്തിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു റീജി ചേച്ചിക്ക് ഇന്നലെ രാത്രി പോസ്റ്റ് ഒട്ടിക്കുന്നു. ഞാൻ അപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് ഇന്നലെ രാത്രി ഇലക്ഷൻ കമ്മിറ്റി അവിടെ രാത്രി കോട്ടയം ഇരുന്ന സമയത്ത് 11:45 ഞാൻ നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റിൽ നമ്മുടെ അനുഭവമുള്ള ഒരു സ്ത്രീയുടെ ഫോൺ കോൾ, മിസ് കോൾ ഒരു 3-4 കിടക്കുകയാണ്. അപ്പൊ എന്തോ ഒരു വിഷയമാണെന്ന് വിചാരിച്ച് ഞാൻ എടുത്തപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഫ്ലാറ്റിന് മുന്നിൽ CPM കൊടി വെച്ചു. എനിക്ക് ഈ രാത്രി തന്നെ BJPയുടെ കൊടി കെട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു പ്രവർത്തകനെ കോൺടാക്ട് ചെയ്യിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അതുവഴിയാണ്. ഞാൻ തിരിച്ച് 1 മണിക്ക് ചെല്ലുമ്പോൾ അവിടെ കൊടിയുണ്ടെന്ന് മാത്രമല്ല, വീട്ടിൽ പോയി നോക്കിയപ്പോൾ അവർ ആ കൊടി കെട്ടുന്ന വീഡിയോ ഉൾപ്പെടെ എടുത്തയച്ചു. മറ്റൊരു അനുഭവം ഞാൻ പറയാം. ഇന്നലെ എന്നെ വിളിച്ചത് ഒരു സ്ഥലത്ത് ഇലക്ഷൻ വർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്. അപ്പൊ ഷൗട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ സ്ഥലം ചോദിച്ചപ്പോൾ നമുക്ക് ശക്തിയുള്ള സ്ഥലമാണ്. ഞാൻ ഒന്നും കൂടി ചോദിച്ചു, ചേട്ടാ അങ്ങനെ വരാൻ സാധ്യതയില്ല, എന്തായാലും നമ്മൾ ലീഡ് ചെയ്യുന്ന ബൂത്താണ്, ലീഡ് ചെയ്യുന്ന പ്രദേശമാണ്, നമ്മുടെ കൗൺസിലർ ഉള്ള വാർഡാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല 2 തവണ വന്നു, 2ാമത്തെ തവണ വന്നപ്പോൾ ഞാനില്ലായിരുന്നു, ഞാൻ ഉള്ളപ്പോഴല്ലേ വരേണ്ടത്. അപ്പം ജയിക്കണം, വിജയിക്കണം, പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നമ്മളെ കുറ്റപ്പെടുത്താനാണെങ്കിലും ഒരു ചെറിയ കുറ്റപ്പെടുത്തലിന്റെ സൂചന ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പൊതുജനങ്ങൾ മാറി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അടുത്ത മാറ്റം നിയമസഭയിലാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, VK പ്രശാന്ത് എന്ന് പറഞ്ഞ വ്യക്തി, K മുരളീധരൻ എന്ന് പറഞ്ഞ വ്യക്തി, ഞാൻ പലയിടത്തും സംസാരിക്കുന്നതാണ്. നമ്മൾ ചിന്തിക്കണം, ജനങ്ങളോട് നമ്മൾ സംവദിക്കേണ്ടത് VK പ്രശാന്തിന് വോട്ട് ചെയ്താൽ നമ്മൾ ഇടതുപക്ഷത്തിനെയല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ശബരിമലയെ നമ്മൾ അവരുടെ നിലപാടിനെ അനുകൂലിക്കുകയല്ലേ. ഇവിടെ അർഹതപ്പെട്ട എത്രയോ PSC ലിസ്റ്റ് വന്നു, ഇനിയൊരു പേപ്പർ ചെന്നാൽ മതി. ഒഴിവുണ്ട്, PSC ലിസ്റ്റിലെ റാങ്ക് ഹോൾഡറാണ്, പക്ഷെ എന്നിട്ട് ജോലി കിട്ടിയില്ല. അതിന്റെ പേരിൽ തലമുണ്ടനം ചെയ്യേണ്ടി വന്നവരുണ്ട്, ശയനപ്രദക്ഷിണം ചെയ്യേണ്ടി വന്നവരുണ്ട്, മുട്ടിലിഴഞ്ഞവരുണ്ട്,
വളരെയേറെ കഷ്ടപ്പാടും ദുരിതങ്ങൾ അനുഭവിച്ച് അവസാനം ലിസ്റ്റിൽ റാങ്ക് ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ ജോലി പ്രതീക്ഷിച്ചിരുന്ന് ഇനി സർക്കാർ ജോലി ഒരിക്കലും കിട്ടാത്ത തരത്തിൽ അവരുടെ ജീവിതത്തിനെ മുരടിപ്പിച്ച് കളഞ്ഞ നിരവധി ആൾക്കാരുടെ ഒരു വർഷം കൂടിയാണ് 10 വർഷം. അത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടു. ഇതുപോലെ നിരവധി കാര്യങ്ങൾ, അഴിമതിയുടെ കാര്യം, അത് വി കെ പ്രശാന്ത് ചിരിക്കുന്ന മുഖത്തിന് പുറകിലുള്ള അഴിമതികളൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ വട്ടിയൂർക്കാവിൽ നടത്തുന്ന കാവ് ഫെസ്റ്റിവൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. എത്രയോ വർഷമായിട്ട് കാവ് ഫെസ്റ്റിവൽ നടത്തുന്നു. അതിന്റെ സാമ്പത്തിക സ്രോതസ്സോ അതിന്റെ കണക്കോ എവിടെയെങ്കിലും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ തുടക്കത്തിൽ നടന്ന സമയത്ത് ഞാനും ആദ്യത്തെ തവണ കൗൺസിലറായിരുന്നല്ലോ. അപ്പൊ നമ്മളെയൊക്കെ കൗൺസിലർമാരെയൊക്കെ സംഘാടക സമിതിയിൽ വിളിച്ചു. അപ്പൊ ഞാൻ സംഘാടക സമിതിയിൽ പോയി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രവർത്തനം നല്ലതാണ്, വട്ടിയൂർക്കാവിനെ അഭിമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനമൊക്കെ നല്ലതാണ്. പക്ഷെ വട്ടിയൂർക്കാവിന്റെ സ്വത്വത്തെ വട്ടിയൂർക്കാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഈ വട്ടിയൂർക്കാവിന് വേണ്ടി നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനത്തിന് ഒരു സുതാര്യത വേണ്ടേ? അപ്പൊ ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അച്ചടക്കം ഉണ്ടാകണമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. പിന്നീട് ഒരിക്കലും നമ്മളെ ആരെയും സംഘാടക സമിതിയിൽ വിളിച്ചിട്ടില്ല. അപ്പൊ ഞാനത് തമാശയ്ക്ക് പറയും, ഒരു നല്ല കാര്യമാണത്. കാരണം ഈ പാപത്തിൽ നമ്മുടെ ആരുടെയും കൈയില്ലാതായല്ലോ. അല്ലെങ്കിൽ നാളെ ജനങ്ങൾ ചോദിക്കില്ലേ, നിങ്ങളും സംഘാടക സമിതിയിലില്ലേ, അപ്പൊ ഇതിന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെറിയ അഴിമതിയല്ല വട്ടിയൂർക്കാവ് കാവ് ഫെസ്റ്റിവലിന്റെ പേരിൽ നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കണ്ണാടിപ്പാലം യൂത്ത് ബ്രിഗേഡ് എന്ന് പറഞ്ഞ സൊസൈറ്റിക്ക് നിർമ്മാണ പ്രവർത്തനം നടത്തി യാതൊരു പരിചയമില്ല. പക്ഷെ അവർക്ക് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരെ അക്രഡിറ്റഡ് കമ്പനി ആക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതി കൊടുക്കുന്നു. ആ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത് മുമ്പേ പൊട്ടിയത് കൊണ്ട് കുറെ ജീവനുകൾ രക്ഷപ്പെട്ടു. ഉദ്ഘാടനത്തിന് ശേഷമാണ് ആ കണ്ണാടിപ്പാലം പൊട്ടിയിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ജനങ്ങള് ഈ കൗതുകത്തിന്റെ പുറത്തും ഒരു ഒക്കെയാണ് കണ്ണാടിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. എന്തിനാണ്? അതൊരു കൗതുകത്തിന്റെ പുറത്ത്, ഒരു ആവേശത്തിന്റെ പുറത്താണ്. പക്ഷെ ആ പാലം പൊട്ടി താഴെ പോയാൽ, അപ്പൊ ഉദ്ഘാടനത്തിന് മുമ്പ് പൊട്ടിയത് കൊണ്ട് കുറെ ജീവനുകളിൽ രക്ഷപ്പെടാൻ സാധിച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഈ ചിരിക്കുന്ന മുഖത്തിനോ നൽകുന്ന പുഞ്ചിരിക്കോ അല്ലെങ്കിൽ ഓടിയെത്തുന്ന കൈകൾക്കോ പിറകിൽ വലിയൊരു അഴിമതിയോ. നമ്മൾ ഈ പുറത്തുള്ള ഇത് മാത്രം കണ്ടുകൊണ്ട് വോട്ട് ചെയ്യരുത് എന്ന് തന്നെ നമ്മൾ ഓരോ ജനങ്ങളോടും പറയണം. കെ മുരളീധരനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്, എന്നും അധികാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതില് കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല. അച്ഛനായാലും ശരി തള്ളിപ്പറയും, സഹോദരിയാണെങ്കിലും തള്ളിപ്പറയും. സ്വന്തം സഹോദരി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശമായിട്ട്, ഇദ്ദേഹത്തിന്റെ അമ്മയെ വരെ വളരെ മോശമായി ചിത്രീകരിച്ച് സംസാരിച്ചപ്പോൾ പോലും സ്വന്തം അധികാരവും പദവിയും നിലനിർത്താൻ വേണ്ടി തിരിച്ച് പ്രതികരിക്കാത്ത കെ മുരളീധരൻ. അതുപോലെ തന്നെ ഇവിടെ ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം നേടി ഈ പ്രദേശത്തേക്ക് വിട്ടൊഴിഞ്ഞിട്ട് പോയൊരു നേതാവാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ KPCC പ്രസിഡന്റ് ആയിരുന്നിട്ട് KPCC പ്രസിഡന്റ് ആവണ്ട, ഞാൻ മന്ത്രി ആയിക്കൊള്ളാം എന്ന് പറഞ്ഞ് മന്ത്രിയായി. ആ മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള, നാളിതുവരെ കോൺഗ്രസ് തോൽക്കാത്ത ഒരു സീറ്റിൽ പോയി, വടക്കാഞ്ചേരിയിൽ പോയി മത്സരിച്ച് തോറ്റ വ്യക്തിയാണ് കെ മുരളീധരൻ. അപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കെ മുരളീധരന്റെ ലക്ഷ്യം എന്താണ്? BJPയെ തോൽപ്പിക്കുക. അദ്ദേഹം, ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്, വട്ടിയൂർക്കാവ് മത്സരിക്കുന്നത് ജയിക്കാനല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. കാരണം നേമത്തെയും തൃശ്ശൂരിലെയും അനുഭവം അതാണ്. ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ വോട്ട് ഷെയർ പിടിക്കാനാണ് നോക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് പൊതുസമൂഹത്തിൽ BJPക്കെതിരായിട്ട് മത്സരിപ്പിക്കുന്നത്, ശ്രീലേഖ ചേച്ചിക്കെതിരായിട്ട് മത്സരിക്കുന്നത്. നമ്മൾ കൃത്യമായി ജനങ്ങളുടെ അടുത്ത് പോയി എത്രത്തോളം ജനങ്ങളെ വീട് വീടാന്തരം കയറി ഇരുന്ന് സമ്പർക്കം ചെയ്യാമോ അത്രയും നമുക്ക് വോട്ട് കയറും. ആ വോട്ടുകൾ കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയും. ഒരു മാറ്റം, വട്ടിയൂർക്കാവിന്റെ ആദ്യത്തെ വനിതാ MLA ആയിട്ട് ശ്രീലേഖ ചേച്ചി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് LJPയുടെ വലിയൊരു സംഭാവന ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും, അരുൺചേട്ടനും ഒക്കെ നമ്മുടെ നിറസാന്നിധ്യമാണ്. എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് നമ്മളോട് പ്രവർത്തിക്കുകയാണ്. എനിക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുതലാണ് അരുൺചേട്ടനുമായിട്ടുള്ള പരിചയം, 2024 മുതൽ. അപ്പൊ കാണുമ്പോൾ വളരെ നമ്മൾ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യവും വളരെ പുഞ്ചിരിയോടുകൂടി ഏറ്റെടുക്കുകയും അത് പരമാവധി ഭംഗിയാക്കുകയും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന LJPയുടെ നേതൃത്വം, അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരിക്കൽ കൂടി ഒരു ശക്തി തന്നെയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം, വിജയം നേടാമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.